വീണ്ടും തുടർഭരണം ഉറപ്പാക്കി മൂന്നാം ടൈമിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന LDF സർക്കാരിന് കേന്ദ്രത്തിന്റെ ചെക്ക് പാരയാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും ഒരു വർഷത്തിൽ താഴെ മാത്രം ശേഷിക്കുകയാണ്. സർക്കാരിന്റെ വികസന പദ്ധതികൾക്കും അല്ലെങ്കിൽ ക്ഷേമ പരിപാടികൾക്കും പണം പ്രശ്നമായി മാറുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വർധന വരുത്തി ഈ 4 വർഷം ഒരു പരിധിവരെ പിടിച്ചു നിന്നു. എങ്കിലും ഈ 5-ാം വർഷം ബുദ്ധിമുട്ടേറിയത് ആകുമെന്ന വിലയിരുത്തൽ ശക്തമായിട്ടുണ്ട്. ധനവകുപ്പിന് ഇത് സംബന്ധിച്ച വലിയ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിലെ വിവിധ ഘടകകക്ഷികൾക്കും ഇതേ ആശങ്കയാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് വിവിധ വിഭാഗങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള 10 മാസം വലിയ തോതിൽ പണച്ചെലവ് വേണ്ടിവരും. സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള പ്രശ്നങ്ങളും അതിലേറെ പ്രശ്നമായി മാറും. ഇതിനെല്ലാം പണം കണ്ടെത്തേണ്ടി വരും. സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ഇതിൽ സുപ്രധാനമാണ്. LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഏറെക്കുറെ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും സാമൂഹ്യ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന വാഗ്ദാനം ഇനിയും നടപ്പിലാക്കാനായിട്ടില്ല. അതുപോലെ തന്നെയാണ് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതിയും. സാമൂഹ്യ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ കുടിശ്ശിക ഉണ്ടായതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുമുന്നണിക്ക് കടുത്ത പാരയായിരുന്നു. ആ കുടിശ്ശിക തീർക്കാനുള്ള ശ്രമം നടക്കുന്നുമുണ്ട്. അത് പൂർത്തിയാക്കിയാൽ മാത്രം പോരാ, ഇനി കുടിശ്ശിക ഉണ്ടാക്കാതെ മുന്നോട്ട് പോകേണ്ടതുമുണ്ട്. അതിനേക്കാൾ വലിയ തലവേദനയാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ കരുത്താണ് ഈ ജീവനക്കാരുടെ പിന്തുണ. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകൾ പോലും കടുത്ത അതൃപ്തിയിലാണ്. അവർക്ക് ലഭിക്കാനുള്ള കുടിശ്ശികകളാണ് അതിൽ പ്രധാനപ്പെട്ടത്. DA കുടിശ്ശികയും മറ്റും നൽകാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുമുണ്ട്. പക്ഷേ അത് അവരുടെ എതിർപ്പിനെ മറികടക്കാൻ തക്കവണ്ണം ആയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമാണ് ശമ്പള പരിഷ്കരണം. 1-ാം പിണറായി സർക്കാരിന്റെ അവസാന വർഷമാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. 2024 അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെയാണുള്ളത് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. മാർച്ച് മാസത്തോടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ 8-9 മാസം ആയിരിക്കും സർക്കാരിന് പ്രവർത്തിക്കാൻ ആകെ ലഭിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും. ഇത് എല്ലാ നേതാക്കൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവരുടെ ആശങ്ക. കമ്മീഷനെ നിയമിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് ഒരു ശമ്പള പരിഷ്കരണം ഇനി സാധ്യമല്ല എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ DAയും മറ്റും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ച് ഒരു പരിഷ്കരണം നടപ്പാക്കാനാണ് ആലോചന. അതുപോലും നടത്താൻ 2000 കോടിയെങ്കിലും അധികം വേണ്ടിവരും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഒരു ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ച് തലയൂരുക എന്ന തന്ത്രമാകും LDF അല്ലെങ്കിൽ പിണറായി സർക്കാർ സ്വീകരിക്കുക എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. ഓരോ ഘട്ടത്തിലും പണം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. ഇനിയുള്ള സർക്കാരിന് അത്ര സുഖകരമാവില്ല. ഈയുള്ള ടൈം വലിയ പ്രശ്നമാണ്. അതായത് 3-ാം ടൈമിലേക്ക് എന്ന് പറയുമ്പോഴും അതിലേക്ക് എത്താനുള്ള കടമ്പകൾ ഏറെയാണ്. അർഹതപ്പെട്ടത് നൽകാതെ വായ്പാ പരിധിയും കൂടി വെട്ടിക്കുറച്ച് കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നതാണ് സർക്കാരിന്റെ പരാതി. കഴിഞ്ഞ 4 വർഷങ്ങളിലും വായ്പാ പരിധി വെട്ടിക്കുറച്ചും കേരളത്തിന് ലഭിക്കേണ്ട തുക നൽകാതെയും വലച്ചും ഈ വർഷം സർക്കാർ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കിയില്ല എന്ന പേരിൽ 3300 കോടി രൂപയോളം വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. കേന്ദ്രത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ഫണ്ട് രൂപീകരിക്കാമെന്നതിൽ കേരളം തത്വത്തിൽ തീരുമാനമെടുത്തെങ്കിലും വെട്ടിക്കുറച്ച വായ്പ പുനഃസ്ഥാപിക്കുന്നതിൽ ഒരു തീരുമാനവും കേന്ദ്രം എടുത്തിട്ടില്ല. ഇതാണ് സർക്കാരിനെ നിലവിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതവും വായ്പയും കുറയുന്നതിനൊപ്പം ഇന്ധന നികുതിയിൽ മാസം തോറും ഉണ്ടാകുന്ന ഇടിവ്, അതോടൊപ്പം തന്നെ ധനവകുപ്പിനെയും സർക്കാരിനെയും വലയ്ക്കുന്നതാണ്. ഈ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിന്റെ വരുമാനത്തിൽ വലിയൊരു പങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നികുതിയിൽ നിന്നുള്ളതാണ്. വൻതോതിൽ വാഹനങ്ങൾ വൈദ്യുതിയിലേക്ക് മാറുന്നത് മൂലം കഴിഞ്ഞ വർഷം മുതൽ ഇതിൽ വലിയ ഇടിവാണ് ഉണ്ടാകുന്നത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വൈദ്യുതി വാഹനങ്ങളിലേക്കുള്ള പരിവർത്തനം ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലുള്ള വാഹനങ്ങളിൽ ഏകദേശം 30% വൈദ്യുതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് പുതിയ വിലയിരുത്തൽ. ഇതെല്ലാം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും വലിയ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. ഇതിനിടയിൽ പ്രകൃതിക്ഷോഭങ്ങൾ അടക്കം വരുമ്പോഴുള്ള അതിന്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല.
പുത്തുമലയിലും മറ്റു പ്രദേശങ്ങളും ഉണ്ടായവർക്ക് ഇനിയും സഹായം എത്തിക്കാനായിട്ടില്ല. വയനാട്ടിലെ ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കയിലെയും പരിസരങ്ങളിലെയും ജനങ്ങൾക്ക് ജനങ്ങൾ പിടിച്ചുകൊടുത്ത കോടിക്കണക്കിന് രൂപ വീതിച്ചു നൽകാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇത് പ്രതിപക്ഷം വലിയ തോതിൽ ആയുധമാക്കുന്നു. വീണ്ടും വലിയൊരു മഴക്കാലം എത്തിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പ്രളയം സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. കഴിഞ്ഞ ആഴ്ചയാകട്ടെ ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടലിന്റെ അടുത്ത സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ വിവിധ ജില്ലകളിൽ റെഡും ഓറഞ്ചും അലർട്ടുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മഴക്കാലം നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാരിന് നികത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിനിടയിൽ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ആയുധമായ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് അതിൽ വിജയം നേടണം. എന്നാൽ മാത്രമേ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കൂ. ഇതിനെല്ലാം കൂടിയുള്ള പണം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് എങ്ങനെ കണ്ടെത്തുമെന്ന ആലോചനയിലാണ് എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും. ഏതായാലും നല്ല നാളേക്കാണല്ലോ വരവ്, അതല്ലെങ്കിൽ എല്ലാം ശരിയാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്കുമുള്ളത്. എല്ലാം ശരിയായാൽ എല്ലാവർക്കും നല്ലത്.